തലസ്ഥാനത്ത് ഇന്ന് പോലീസിന്റെ വക സാരോപദേശമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് പോലീസ് വക സാരോപദേശം കിട്ടിയത്. സംസ്ഥാനത്തൊന്നാകെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നും ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാറ്റണമെന്നും അദ്ദേഹത്തിനുള്ള ആരോപണങ്ങളിൽ ഉന്നത അന്വേഷണം വേണമെന്നും അതോടൊപ്പം തന്നെ ഇതിൽ ആരോപണ വിധേയരായ ആളുകൾക്കെതിരെയും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെയും നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഏതായാലും പോലീസിനെ ഉപദേശിക്കാനുള്ള അല്ലെങ്കിൽ പോലീസിനെ നന്നാക്കാനുള്ള ശ്രമമാണോ യൂത്ത് കോൺഗ്രസ് നടത്തിയതെന്ന് പോലീസിന് തെറ്റിദ്ധാരണയുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവായ അബിൻ വർക്കിയെയും പോലീസ് ഇന്ന് ഉപദേശിച്ചിരിക്കുകയാണ്. ആ ഉപദേശം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാൻ വേണ്ടി അടികൊണ്ട് നിലത്ത് വീണിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ അബിൻ വർക്കി. അപ്പോൾ പോലീസുകാർ ഉപദേശം തുടരുകയാണ് നിലത്ത് വീണതിന് ശേഷവും. കാരണം ഈ ക്രമസമാധാന ചുമതലക്ക് അല്ലെങ്കിൽ ക്രമസമാധാനത്തിന് ഭീഷണിയാവാൻ അബിൻ വർക്കി സാധ്യതയുണ്ടായത് കൊണ്ടായിരിക്കാം പോലീസ് ഈ രീതിയിൽ നേരിട്ടിട്ടുള്ളത്. ഏതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ചോരയിൽ മുക്കിയിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ പറയപ്പെട്ട ആരോപണ വിധേയരായ ADGP ആണോ ഇതിന് ഉത്തരവിട്ടത്? കാരണം ഇത് വലിയ ക്രമസമാധാന പ്രശ്നമാണ്. കാരണം കൊടിയെടുത്ത് സമരം ചെയ്യുന്ന പരിപാടി, അതും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് മാഫിയ സംഘമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രതിഷേധിക്കുക എന്നുള്ളത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാവും. അപ്പോൾ ഇത് സമരമൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കേണ്ടതാണ്. അതാണല്ലോ ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം അബിൻ വർക്കിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പോലീസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരനെ ADGPക്കും മുഖ്യമന്ത്രിക്കും ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ അടിക്കുന്നു. അടിച്ച അവിടം വരെ നേടും. അടിക്കാൻ പറ്റുന്നവരൊക്കെ അടിക്കട്ടെ. ഒരു പോലീസിനെ കൊണ്ട് അടിച്ചൊതുക്കാന്ന് ഓർത്തെ, യൂത്ത് കോൺഗ്രസിനെ അടിച്ചൊതുക്കാന്ന് ഓർത്തെ. ഈ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും. ഇവരിൽ നിന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല കേരള പോലീസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കടത്ത് നടത്തി, കൊലപാതകം നടത്തി. ചോദിക്കാൻ വരുമ്പോ ഇവന്റെയൊക്കെ അഭ്യാസോ അജിത് കുമാർ RSSും ഒരു പിണറായി പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട്. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ അബിൻ വർക്കി ചോരയിൽ മുങ്ങിയിരിക്കുകയാണ്. കാരണം അടിച്ച് തലമണ്ടയാണല്ലോ പൊട്ടിച്ചിരിക്കുന്നത്. അതൊരു ക്രമസമാധാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തലമണ്ട അടിച്ച് പൊട്ടിക്കൽ പോലെയുള്ള പരിപാടികൾ നടത്തുന്നത്. അത് ഒരു നിയമവ്യവസ്ഥയിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യമൊക്കെയാണ് എന്നായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത്. ഏതായാലും അദ്ദേഹം അടികൊണ്ടതിന് ശേഷവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സമരം ചെയ്യാനുള്ള, പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ കേരളത്തിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ? ഇനി ഇത് ഒരു പ്രതിപക്ഷ ഭാഗത്ത് നിന്നുള്ള ആളുകൾക്ക് നേരെയാണ് പോലീസ് ഇത്തരം ചെയ്തികൾ നടത്തിയിരിക്കുന്നത്. ഇവർ പല സമയത്തും ഭരണപക്ഷത്തുള്ള ആളുകളെ വിമർശിക്കാറും അവരെ ഭരണത്തെ വിമർശിക്കാറും ഒക്കെ ചെയ്യാറുണ്ടാവും. അപ്പോൾ അതിൻ്റെ അണികൾക്ക് ഇവരെ തീരെ പിടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഈ കാഴ്ചകൾ കണ്ട് ആനന്ദം കൊള്ളുകയായിരിക്കും. അതും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. കാരണം എതിർ ശബ്ദങ്ങളെയൊക്കെ ഇങ്ങനെ അടിച്ചമർത്തുമ്പോൾ എല്ലാവർക്കും ഒരു ആനന്ദം കിട്ടും, ഭരണപക്ഷത്തും അതിനെ പിന്തുണക്കുന്ന ആളുകൾക്കും. ഏതായാലും ക്രമസമാധാന ചുമതലയുള്ള ADGP മാഫിയ സംഘത്തെയും ദാവൂദ് ഇബ്രാഹിമിനെ പോലെയും പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിലും ഇതിന് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എതിരെ സർക്കാർ നല്ല നടപടികൾ സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭാവിയിൽ ഇത്തരം സമരത്തിന് ഇറങ്ങുന്ന ആളുകളൊക്കെ ഇത് പ്രതീക്ഷിച്ച് ഇറങ്ങുന്നത് നന്നായിരിക്കും.